നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരല്പം വ്യത്യസ്തമാണ്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയും ഇവ സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളും, അഥവാ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തിന് ആവശ്യം. അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, തങ്ങളുടെ ഭാര്യമാർ അല്ലെങ്കിൽ കുട്ടികൾ, അമ്മമാർ, ഇവരൊക്കെ സാമ്പത്തികമായി സാക്ഷരരായിരിക്കേണ്ട ആവശ്യകത, അതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി അടുത്തത്, സാമ്പത്തികമായി ഇതുവഴി എങ്ങനെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. IRDയുടെ റീസെന്റ് സർവേ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ, ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം ഗ്രാജുവേഷൻ ഉള്ളതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ ഉള്ളതും ജോലി ഉള്ളതുമായുള്ള സ്ത്രീകളിൽ 55% പേരും അവരവരുടെ ബേസിക് ഫിനാൻസിനെ കുറിച്ചും ഒരു ഫിനാൻഷ്യൽ ഡൈനാമിക്സിനെ കുറിച്ചും അറിവില്ലാത്തവരാണ്. അതേസമയം ഒരു ഗ്രാജുവേഷനെങ്കിലും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം 75% പേരും ഇതിനെക്കുറിച്ച് തികച്ചും അജ്ഞരാണ്. ഇവയിൽ ബഹുഭൂരിപക്ഷവും അവരുടെ ഭർത്താക്കന്മാരുടെയോ അച്ഛന്മാരുടെയോ സഹായമാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ളൊരു ആസൂത്രണത്തിനും സാമ്പത്തികമായ കാര്യങ്ങൾക്കും അവർ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആശ്രയിക്കുന്നത്. ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സമൂഹത്തിന്, വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ സമൂഹത്തിന് ഇത് ഒരു പരിധിവരെ അപകടകരവും അപമാനകരവുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ളൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭർത്താവിനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒരു പരിധി വരെ സമാധാനമായിട്ട് ജീവിതത്തിൽ ഇരിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ സ്ത്രീകളുടെ, സ്വന്തം ഭാര്യയുടെയോ അല്ലെങ്കിൽ മകളുടെയോ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പോലും ആകുലപ്പെടേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ സാമ്പത്തികമായി സാക്ഷരരാണെങ്കിൽ ഈ ഒരു അറിവുകൾ അവർ കൂടുതൽ പേരുമായി പങ്കുവെക്കുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഭർത്താവ് സാമ്പത്തികമായി സാക്ഷരനാണെങ്കിൽ പോലും പരമാവധി ആ ഒരു അറിവ് സ്വന്തം മകനിലേക്കോ മകളിലേക്കോ മാത്രമേ ഉണ്ടാകൂ. അതേസമയം സ്ത്രീകൾ സാമ്പത്തികമായി സാക്ഷരരാണെങ്കിൽ അവർ മകനും മകളും അച്ഛനും അമ്മയും ഈ ഒരു സർക്കിൾ കൂടാതെ അവരുമായി അടുത്ത് നിൽക്കുന്ന മറ്റു പലരിലേക്കും ഈ ഒരു അറിവ് പകർന്നു നൽകും. അപ്പം അതുകൊണ്ട് സമൂഹത്തെ സംബന്ധിച്ചും സ്ത്രീകൾ കൂടുതൽ സാമ്പത്തികമായി സാക്ഷരരാകുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട്, ഇന്നത്തെ കാലത്ത് ഇത് എന്തുകൊണ്ടാണ് വളരെ ആവശ്യമായിരിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് റേറ്റ്, വിവാഹമോചനങ്ങളുടെ റേറ്റ് വളരെയധികം കൂടി വരുന്നൊരു കാലമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവർ മൊത്തം, ഭാര്യ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഭാര്യയുടെ പണവും ഭർത്താവിൻ്റെ പണവും മറ്റുള്ള എന്തെങ്കിലും കുടുംബ വരുമാനങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ കാർഷിക വരുമാനം ഉണ്ടെങ്കിലോ എല്ലാം കൂടി ഒന്നിച്ച് പൂളിങ് ചെയ്തിട്ട് അത് ചിലവഴിക്കുക എന്നുള്ള രീതിയാണുള്ളത്. അപ്പോൾ ഭാര്യ എന്തുമാത്രം പണം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും വലിയൊരു ധാരണ ആർക്കുമില്ല, അഥവാ അതിന് വലിയ കണക്കുകളൊന്നുമില്ല. ഒരു ഡിവോഴ്സിലേക്കൊക്കെ പലപ്പോഴും എത്തിപ്പെടുമ്പോഴാണ്, സത്യം പറഞ്ഞാൽ ഒരു കോമ്പൻസേഷനിലേക്കൊക്കെ പോകുമ്പോഴാണ് എന്ത് പണം ആരൊക്കെ എപ്പോഴുണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടാകുന്നതും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അടിയും പിടിയൊക്കെ ഉണ്ടാകുന്നത്. ചില ഘട്ടങ്ങളിൽ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എല്ലാവരും യുവർ മണി, മൈ മണി, അവർ മണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു 3 തരത്തിലുള്ളൊരു സെക്ടറൈസേഷൻ വെച്ചെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഡിവോഴ്സ് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് പങ്കാളിയുടെ മരണം. പലപ്പോഴും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ പലപ്പോഴും മരിച്ചുപോയി കഴിയുമ്പോൾ പലർക്കും അവരുടെ ഇൻഷുറൻസ് എത്ര ഉണ്ടെന്നുള്ളത് പോലും അറിയുന്നില്ല, എവിടെയാണ് ഇൻഷുറൻസ് കൊണ്ടുപോയി അടക്കേണ്ടതെന്ന് അറിയുന്നില്ല. എന്തിനേറെ പറയുന്നു, KSEB ബില്ല് പോലും എവിടെയാണ് കൊണ്ടുപോയി അടയ്ക്കുന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഇവരെല്ലാവരും വിദ്യാഭ്യാസം ഇല്ലാത്ത ഭാര്യമാരാണെന്നുള്ള കാര്യത്തിലൊന്നും വിചാരിക്കരുത്. ഇവരെല്ലാവരും PGയും PhD ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ചില കോളേജ് പ്രൊഫസർമാർക്ക് ഉൾപ്പെടെ അവർക്ക് 40-45 വയസ്സായിട്ട് പോലും ഇക്കാര്യത്തെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരാണ്. ഒരു ITR ഫയൽ ചെയ്യേണ്ടത് എത്രയാണെന്നോ ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണെന്നോ പോലും അറിയാത്ത ആ ഒരു സാമ്പത്തിക സാക്ഷരത പോലും ഇല്ലാതെ 40-45 വയസ്സ് വരെ പൂർണ്ണമായും ഭർത്താവിനെയോ അച്ഛനെയോ ആശ്രയിക്കുന്ന ഒരു വലിയ ഒരു സ്ത്രീ സമൂഹം ഇവിടെയുണ്ട്. ആത്യന്തികമായി സാമ്പത്തിക സാക്ഷരത നേടിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സമത്വവും ഒക്കെ ഈ നാട്ടിൽ നടപ്പാകും. അതിന് സ്ത്രീകളാണ് മുൻപിട്ടിറങ്ങേണ്ടത്. മറ്റൊരു കാര്യം, സ്ത്രീകളുടെ മുകളിലുള്ളൊരു പെർസെപ്ഷനാണ്. അതായത് സ്ത്രീകളാണ്, അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക സാക്ഷരത തീരെയില്ല, ഇവരെ എങ്ങനെ പറ്റിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് പലരും അടുത്തുകൂടും. അതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജന്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഏജന്റോ അല്ലെങ്കിൽ ടെലിമാർക്കറ്റിംഗുകാരനോ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരനോ ആദ്യം അവർ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിരിക്കും. ഭാര്യ ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ ഭർത്താവിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം അച്ഛനോ ഭർത്താവോ ഉള്ള ദിവസം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ വരില്ല. അഥവാ വരുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കാഷ്വലായിട്ട് ഓടിച്ചാടി വരികയല്ല ചെയ്യുക. അവർ കുറച്ചും കൂടെ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടൊക്കെ വരൂ.
അഥവാ അവർ ചിലപ്പോൾ അവരുടെ മാനേജരെയൊക്കെ കൂട്ടിയിട്ടേ വരും. ഇതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് അറിവില്ല എന്നുള്ളതല്ല, പക്ഷെ സമൂഹത്തിലുള്ള ഒരു ധാരണ, ആ ധാരണ കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളെ അവർ പറ്റിച്ചേക്കാം. കാരണം എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് വിവരം ഉണ്ടാകുക സാധ്യമല്ല. അപ്പം അതുകൊണ്ട് സാമ്പത്തികമായി സാക്ഷരത നമ്മൾ വളരെയധികം നേടിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയുമെങ്കിൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ തരത്തിലുള്ള പലതരത്തിലുള്ള വഞ്ചനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം ഭാര്യയെ സംബന്ധിച്ച് ഭാര്യയുടെ വീട്ടുകാർക്ക് ചില സന്ദർഭങ്ങളിലെല്ലാം അവർ സഹായം ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഈ സന്ദർഭങ്ങളിൽ ഉൾപ്പെടെ ഭാര്യ മോശമില്ലാതെ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒന്നിച്ച് പൂളിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ ഈ പൂളിങ് ചെയ്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പണത്തിൻ്റെ അകത്തു നിന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഔദാര്യം എന്ന രീതിയിൽ കൈനീട്ടി നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ മൈ മണി, അവർ മണി, യുവർ മണി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള 3 ടോട്ടൽ ഇൻകമിൻ്റെ സെഗ്മെൻറ്റേഷൻ നടത്തണമെന്നുള്ളൊരു കാര്യം നമ്മൾ ബോധവാന്മാരാക്കുന്നത്. ആത്യന്തികമായി ഭാര്യയോ ഭർത്താവോ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചെറിയ കാരണങ്ങളാകട്ടെ, അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷം ഇല്ലെങ്കിൽ പലപ്പോഴും ചെറിയ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുകയും ഇത് വിവാഹമോചനങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന കാര്യം. ചിലപ്പം ഭാര്യയുടെ വീട്ടുകാർക്ക് ഒരു 10,000 രൂപ ചോദിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഭർത്താവ് വലിയ കാര്യമൊന്നുമില്ലാതെ തൽക്കാലം ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള വെറുതെ ഒരു വർത്തമാനം പറഞ്ഞെങ്കിൽ കൂടിയും അതായിരിക്കാം ചിലപ്പോൾ മനസ്സിൽ കിടക്കുന്നതും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിപ്പെടുന്നതും. അപ്പോൾ അടുത്തതായിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക സാക്ഷരതയും അതുപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഇൻഡിപെൻഡൻസും ഇവ എങ്ങനെ നേടാമെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അക്കാര്യത്തിൻ്റെ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ എനിക്കൊന്ന് പിസ്സ ടവർ പോയി കാണാൻ പോകണം, അല്ലെങ്കിൽ സിംഗപ്പൂർ വിസിറ്റ് നടത്തണം, അല്ലെങ്കിൽ ലേസ് വേഗാസിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണത്തിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുന്നതിൽ വലിയ തെറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ടാക്സ് ഓബ്ലിഗേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഭർത്താക്കന്മാരും, ചിലർ സ്വന്തം ഭാര്യയുടെ പേരിൽ പല ഡിമാറ്റ് അക്കൗണ്ടുകളും തുടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ ഭാര്യയ്ക്ക് അക്കാര്യം അറിയുന്നുണ്ടാകില്ല. അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ നാട്ടിൽ ഉള്ളതായിട്ട് പോലും ചിലപ്പം അവർ ബോധവാന്മാരായിരിക്കില്ല. ചിലപ്പോൾ ടാക്സ് ഓബ്ലിഗേഷൻ എല്ലാം പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ, നോട്ടീസൊക്കെ വരുമ്പോൾ മാത്രമേ ഭാര്യ ഇക്കാര്യത്തെക്കുറിച്ച് അറിയൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വന്തം പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് അത് ഭർത്താവിനോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ചെയ്തു തരും എന്നുള്ളൊരു മിഥ്യാധാരണ ഒരിക്കലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ മക്കളെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എത്ര പണം വേണ്ടി വരും, അല്ല നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, ഭർത്താവ് ഇരുന്നിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇടണമെന്നോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടണമെന്നോ അല്ലെങ്കിൽ ബോണ്ടിൽ ഇടണമെന്നോ ഒക്കെ നിങ്ങൾ പറയുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങളിൽ പരിപൂർണമായിട്ട് ഭാഗഭാക്കാകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഇൻവോൾവ്മെൻ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക. ഭർത്താവിനോട് ചോദിച്ചിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുക. ഭർത്താവ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഭർത്താവ് ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ഒക്കെ നടത്താൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ നിങ്ങൾ കൂടി ഭാഗഭാക്കാകുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇക്കാര്യത്തിൽ ഭർത്താവിനെ കൂടുതൽ നല്ല രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞേക്കാം. കൂടാതെ ഒരു പരിധിവരെ ഇത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ദാമ്പത്യത്തിന് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് എപ്പോഴും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പരിശോധിക്കുക. ഏതൊക്കെയാണ് പണം പോകുന്നതെന്ന് നോക്കുക. ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ ATM കാർഡ് ഉൾപ്പെടെ എല്ലാം ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ കയ്യിലാണ്. പണം എങ്ങോട്ട് വരുന്നു പോകുന്നതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അതിൽ തെറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ATM കാർഡ് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ട് അക്കാര്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് മാനേജ് ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകൾ ഇക്കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ളൊരു ബോധമല്ല. ഭർത്താവ് അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ അത് മതി. അങ്ങനെയല്ല. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഓൺ എൻറ്റിറ്റി ആയിട്ട്, നിങ്ങൾ സ്വതന്ത്രമായിട്ട് പെട്ടെന്നൊരു ദിവസം ഭർത്താവിൻ്റെ അഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം കാലിൽ ഇന്നലത്തെ പോലെ തന്നെ നാളെയും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവ് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് കയ്യിൽ വെക്കുക. വളരെ നിർഭാഗ്യകരമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കലശലായ രോഗം ബാധിച്ചാൽ പല സ്ത്രീകളും ഇവ പുറത്ത് പറയാൻ മടിക്കുന്നു. അഥവാ പുറത്ത് പറഞ്ഞാൽ തന്നെ പല ഭർത്താക്കന്മാരും അത് കാര്യമായിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഭർത്താവും കുട്ടിയൊക്കെ നല്ലതാണ്, പക്ഷേ സ്വന്തം ആരോഗ്യം ഇതേക്കാൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം ഇൻഷുറൻസ് ആണ്. ഞാൻ പലപ്പോഴും ചില ഇൻഷുറൻസ് ഏജന്റൊക്കെ കാണുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യം, എന്തൊക്കെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും എല്ലാം എൻ്റെ പേരിൽ മതി. ചിലരൊക്കെ വിചാരിക്കും അപ്പോൾ ഇതെന്തൊരു കഷ്ടമാണ്, ഇയാൾ ഭാര്യയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കാറില്ലല്ലോ. ഞാൻ പറയും, ഭാര്യയ്ക്ക് ഇനിയിപ്പം അകാലത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതെനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷേ എനിക്ക് അകാലത്തിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വലിയ ഉറപ്പില്ല. അപ്പോൾ എൻ്റെ അഭാവത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു ഷോക്ക് അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് കുടുംബത്തിനോ ഭാര്യയ്ക്കോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ എല്ലാ ഇൻഷുറൻസും എടുക്കുന്നത്. ടാക്സ് സേവിംഗ് എന്നുള്ള ഒരു കാര്യങ്ങൾ ഇല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഇൻഷുറൻസിൻ്റെതായ രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് നിങ്ങളുടെ പേരിൽ തന്നെ എടുക്കുക. കാരണം നിങ്ങളുടെ അഭാവത്തിൽ ഒരു പരിധി വരെ അവ കുടുംബത്തെ താങ്ങി നിർത്താൻ സഹായിക്കും. അവസാനമായി പറയുന്നത് റിട്ടയർമെൻ്റ് ആണ്. നിങ്ങൾ ഇന്നു മുതൽ റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് റിട്ടയർമെൻറ്റിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തമായി ഉടുപ്പുകൾ വാങ്ങാൻ, സ്വന്തമായി യാത്രകൾ ചെയ്യാൻ, നല്ലൊരു മെഡിക്കൽ സർവീസ് അവൈൽ ചെയ്യാൻ, ഇവ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം നിങ്ങൾ ഇരുന്നിട്ട് കുറച്ച് സമയമെടുത്ത് പ്ലാൻ ചെയ്യാം. പല സ്ത്രീകളും ഇപ്പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കാറില്ല. കുറച്ച് സമയം നിങ്ങൾ ദിവസവും ഒരു 1.5 മണിക്കൂർ ഇന്നു മുതൽ, നിങ്ങൾക്ക് തീരെ ഒരു സാമ്പത്തികമായിട്ടുള്ള സാക്ഷരതയില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പേഴ്സണൽ ഫിനാൻസിന് വേണ്ടിയിട്ട്, സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇവയെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ദിവസവും മാറ്റി വയ്ക്കുക. സ്ത്രീകൾ എത്രത്തോളം തിരക്കിലാണെങ്കിൽ പോലും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ലഭിക്കായിക ഒരു ദിവസം ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരും, വളരെയധികം സ്വസ്ഥത കൊണ്ടുവരും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ സന്തോഷമാണെങ്കിൽ കുടുംബം മൊത്തം സന്തോഷം തന്നെയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പലപ്പോഴും അസന്തുലിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും ആകാംക്ഷയും ഇവയാണ് ഒരു കുടുംബത്തിൽ പലപ്പോഴും സന്തോഷം കെടുത്തിക്കളയുന്നത്. ഇവ മൂന്നും ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബം പരമാവധി സന്തോഷത്തിൽ തന്നെ പോകും. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.